അസ്സലാമലൈക്കും. ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് അറബി പെൺകുട്ടികൾ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അവരുടെ ഫേസ് നല്ല നിറവും തിളക്കും, ഫേസിലൊരു കുത്തോ അല്ലാതെ ഒരു കറുത്ത പാടുകളോ ഒന്നും തന്നെ ഇല്ല. എന്നാലും അവർ ഡെയിലി യൂസ് ആക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് അതൊരു ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇതുപോലുള്ള വീഡിയോസ് കാണാനൊക്കെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലുണ്ടാവും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഓടിപ്പെട്ടും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഒന്ന് ലൈക്കും ചെയ്യണേ കാണുന്ന സമയത്ത് തന്നെ. അതുപോലെ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? പോകാം. അപ്പോൾ നമുക്ക് ആദ്യം പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത് ഒരു ബൗളാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന റാഗി പൗഡറാണ്. റാഗി പൗഡർ പറയും, അല്ലാത്തൊരു മുത്താറി പറയും, കോറ പറയും. ഓരോരുത്തർ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് കേട്ടോ പറയുന്നത്. അപ്പം നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ചേർക്കുന്നത് കടലമാവാണ്. 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ മുത്താറി അഥവാ റാഗി പൗഡർ കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടറാണ്. അതിൽ വെള്ളമോ പാലോ ഒന്നല്ല ചേർക്കുന്നത്, റോസ് വാട്ടറാണ്. ഇനി റോസ് വാട്ടർ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് സാധാരണ വാട്ടർ ചേർത്ത് കൊടുത്താലും മതിയാകും, അല്ലെങ്കിൽ പാല് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാകും. നമ്മുടെ തണുപ്പിച്ച പാലുണ്ടല്ലോ, ചൂടാക്കാത്ത പാല്, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഗ്ലിസറിൻ ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഗ്ലിസറിൻ ഇല്ല എന്നാണെങ്കിൽ തേന് ചേർത്ത് കൊടുക്കുക കേട്ടോ. തേന് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഗ്ലിസറിൻ്റെ പകരമായിട്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കും. നമുക്ക് പാക്കിന് ആവശ്യമായ റോസ് വാട്ടറാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ പാല് കേട്ടോ. ഇതിൽ 3 ഏത് വേണമെങ്കിൽ യൂസ് ആക്കാം. നമുക്ക് കുറച്ച് അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പോരാ എന്നാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എനിക്ക് പോരാ, കുറച്ചും കൂടി വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി റോസ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള പാക്കാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. ഒരുപാട് വെള്ളത്തോടു കൂടി ഇത് തയ്യാറാക്കി എടുക്കരുത്. കുറച്ച് ടൈറ്റായിട്ടുള്ള ഒരു പാക്ക് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ പാക്ക് വന്നിട്ട് ഡെയിലി യൂസ് ആക്കണമെന്നൊന്നുമില്ല. വീക്കിലി 2-3 തവണ മാത്രം യൂസ് ആക്കിയാൽ മതി. അതും വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കുക കേട്ടോ. പകൽ സമയത്തൊന്നും ഒരിക്കലും ഏത് പാക്ക് യൂസ് ആക്കരുത്. വൈകുന്നേരങ്ങളിൽ യൂസ് ആക്കാനാണ് നല്ലത്. അപ്പോൾ വൈകുന്നേരങ്ങളിലും യൂസ് ആക്കുക. വെയിലൊക്കെ പോയതിന് ശേഷം മാത്രം യൂസ് ആക്കുക കേട്ടോ. ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക. അതിന് ശേഷം ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിക്കുന്ന മസാജൊക്കെ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് ചെറിയ രീതിക്കുന്ന മസാജ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്ത് കളയാൻ കേട്ടോ. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിലാണ് നമുക്ക് വാഷ് ചെയ്ത് കളയേണ്ടത്. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. നല്ല തിക്നെസ്സോട് കൂടിയിട്ട് ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക ആദ്യം. എന്നിട്ട് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ബ്രൈറ്റായിട്ട് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് നല്ല ടൈറ്റായിട്ട് ഉണ്ടാവട്ടെ. ഈ പാക്ക് കൊണ്ട് നല്ല ടൈറ്റ് ഒരു സ്ക്രബ്ബറും കൂടിയാണ് ഈ പാക്ക് വന്നിട്ട്. നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലവണ്ണം ഹാർഡായിട്ടൊന്ന് ചെയ്ത് കൊടുക്കരുത്. നല്ല ചെറിയ രീതിക്ക് നല്ല സോഫ്റ്റോട് കൂടി വേണം ഒന്ന് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ല നിറവും നല്ല സോഫ്റ്റ് ആക്കാനും നല്ല നിറം വരുത്താനും നല്ല കളറാക്കാനും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണിത്. ഇത് നമുക്ക് ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീക്കിൽ ഒരു 3 തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസൊക്കെ അറബി പെൺകുട്ടികളുടെ ഫേസ് പോലെ ആവുമെന്നാണ് പറയുന്നത്. അവരൊക്കെ ഡെയിലി യൂസ് ആക്കുന്നതാണ് ഈ പാക്കൊക്കെ. ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഈ കറുത്ത കയ്യിൽ എന്തിനാ കറുത്ത കൈ ചെയ്തൂടെ, വെളുത്ത കയ്യിൽ എന്തിനാ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫേസ് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ കയ്യിലേക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്ക് പാച്ച് ടെസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലൊന്ന് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചിലവർക്ക് പേടിയൊക്കെ ഉണ്ടാവും, ഫേസിൽ എന്തെങ്കിലും തേച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനെയൊക്കെ പേടികളൊക്കെ ഉണ്ടാവും. ഒരു പേടിയില്ലാത്ത അടിപൊളി പാക്കാണ്. ഒരു സൈഡ് എഫക്റ്റും ഈ പാക്കിനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി മാത്രം നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റായിട്ട് ഒന്ന് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
ഇപ്പോൾ ഒരു ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ വാഷ് ചെയ്ത് കളയുന്നത്. ഞാൻ കണ്ടില്ല, നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ, നല്ല കളറ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പെർമനൻ്റ് ഈ കളർ കിട്ടണമെങ്കിൽ വീക്കിൽ 2-3 തവണയെങ്കിലും യൂസ് ആക്കുക. ഡെയിലി യൂസ് ആക്കണമെന്നില്ല കേട്ടോ. നല്ലൊരു പാക്കാണിത്, അറബി പെൺകുട്ടികളൊക്കെ യൂസ് ആക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കുന്നു പോകരുത്. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചാനലിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഒരിക്കൽ പറഞ്ഞതാണ് എന്നാലും വീണ്ടും പറയണം, കറുത്ത കയ്യിൽ ചെയ്തൂടെ വെളുത്ത കയ്യിൽ ചെയ്തെന്നൊക്കെ പറയാറുണ്ട്. അതെൻ്റെ പ്രൈവസിക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ കയ്യിലേക്ക് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. എനിക്ക് എൻ്റെ ഫേസ് കാണിക്കാൻ തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ കയ്യിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ട്രൈ ചെയ്താൽ മതി. നിങ്ങൾ കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വെയിൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ വീഡിയോസ് ഇത്രയോളം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലുണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയ ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോസിൽ കാണാം. നല്ല നല്ല വീഡിയോസ് എടുക്കണം. എല്ലാവരും കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ, താങ്ക് യു.